തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യം. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. ദൈവം വാക്ക് മാറ്റുമോ? ദൈവം വാക്ക് മാറ്റുമോ? മാറ്റും. എൻ്റെ വാ നന്നായില്ലെങ്കിൽ ദൈവം 1000 മന്ത്രവാദികൾ ഉറക്കൊഴിഞ്ഞ് കൂടോത്രം ചെയ്താലും 10,000 മനുഷ്യന്മാർ എനിക്കെതിരെ എതിർപ്രാർത്ഥന നടത്തിയാലും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് മാറ്റം വരത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ വായ് തുറന്ന് പറയുന്ന അധൈര്യത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, തിന്മയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നശിപ്പിച്ചു കളയും. നീ വാഗ്ദത്തത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? നീ വാഗ്ദത്തത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? നീ പ്രവാചകന്റെ ദൂത് കേട്ടിട്ട് പറഞ്ഞു, ആ കുറെ കേട്ടതാ. നീ കേട്ട ദൂത് അതോടുകൂടെ പോയി. നമ്മുടെ അകൃത്യം പലപ്പോഴും നമ്മളെ പിന്തുടരുന്നുവെന്ന് പറയുന്നു. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഞാനതിലെ 2-ാമത്തെ ഭാഗം വിടുകയാണ്. എൻ്റെ വാക്കുകൊണ്ട് ഞാൻ കുറ്റം വിധിക്കും. ഇതാർക്കെങ്കിലും സംശയമുണ്ടോ? പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുമോ? എൻ്റെ വാക്കുകൊണ്ട് എനിക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുമോ? നമ്മളെപ്പോഴും നെഗറ്റീവുകളെ ഫുൾ ഹാർട്ടോടുകൂടി സ്വീകരിക്കും. എൻ്റെ വാക്കുകളാൽ ഞാൻ കുറ്റം വിധിക്കപ്പെടും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാറ്റിൻ്റെയും കാരണം എൻ്റെ വാക്കുകൾ തന്നെ. ഞാൻ കൊള്ളാത്തവനാ, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരത്തുള്ളൂ. ശരിയാ, എൻ്റെ വായി ഫുള്ള് നെഗറ്റീവാണ്, നിങ്ങൾ ആരും കേൾക്കണ്ട. പക്ഷെ ഞാൻ തിരികെ ചോദിക്കുന്നു, നിന്റെ വാക്കുകൾ കൊണ്ട് നിനക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. അത് നിന്റെ വാക്കുകളിലൂടെയാണ്, നിന്റെ വാക്കുകളിൽ കൂടെയാണ്. കൺഫസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ഞാൻ പലരെയും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരെപ്പോഴും പറയും, എൻ്റെ അപ്പച്ചന് കുരിയാല ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പന് മന്ത്രവാദം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു. നീ എന്തിന് നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു? വൈ യു കണ്ടം യുവർ സെൽഫ്? ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ ഒത്തിരി അങ്ങനെ ജീവിച്ചവരാ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഒത്തിരി ഇങ്ങനെ ജീവിച്ചവരാ. നിന്റെ വാക്കുകളാൽ തന്നെ നീ എന്ത് ചെയ്യുകയാണ്? ആ ശാപത്തിൻ്റെ DNA ഒതുങ്ങുകയാണ്. പക്ഷേ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും, ഞാൻ ക്രിസ്തുവിലായി, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്, ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. നിന്റെ ശാപങ്ങളെ നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിലൊരു ശാപമുണ്ട്, എൻ്റെ വല്യപ്പനിലൊരു ശാപമുണ്ട്, എൻ്റെ അപ്പൻ്റെ ചേട്ടനിലൊരു ശാപമുണ്ട്, എൻ്റെ സഹോദരനിലൊരു ശാപമുണ്ട്, എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസർ വന്നിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ പലരും വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ പലരും കുടുംബം തകർന്നിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാ. നീ എന്തിനാ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നത്? നീ എന്തിനാ നിന്നെ തന്നെ ആ ശാപത്തിൻ്റെ കൂട്ടിനകത്തേക്ക് ഒതുങ്ങുന്നത്? പകരം നീ തിരിച്ചു പറ, ആമേൻ, ആമേൻ, ഞാൻ ക്രിസ്തുവിലായി, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഡു നോട്ട് കണ്ടം യുവർ സെൽഫ് ബട്ട് ജസ്റ്റിഫൈ യുവർ സെൽഫ്. ഞാൻ ആവർത്തിക്കുന്നു, നിന്നെ തന്നെ കുറ്റം വിധിക്കരുത്, പകരം നിന്നെ തന്നെ, നിന്നെ തന്നെ, നിന്നെ തന്നെ. ആമേൻ. ഒരു ക്രൈസ്തവ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ ആ അമ്മ അച്ഛ എന്ന് പറയുമ്പം തുടങ്ങി അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ,
എടാ കൊച്ച, ഈ പിഴ എന്തുവാന്ന് നിനക്കറിയാമോ? ഈ വലിയ പിഴ എന്തുവാന്നറിയാമോ? അമ്മേ, ഇന്ന് പകൽക്കാല ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയുകയാണ്, ഡു നോട്ട് കണ്ടം യുവർ സെൽഫ്. നിൻ്റെ വായ് നിന്നെ നീതീകരിക്കട്ടെ. ഇന്ന് പകൽ അധരം തുറന്ന് പറഞ്ഞേ, എൻ്റെ വായ് കൊണ്ട് ഞാൻ എന്നെ നീതീകരിക്കും. എൻ്റെ വായ് കൊണ്ട് ഞാൻ എന്നെ നീതീകരിക്കുക. എൻ്റെ വായ് കൊണ്ട് ഞാൻ എന്നെ നീതീകരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഒപ്പോസ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചേ, എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ എന്നെ ഒപ്പോസ് ചെയ്യുകയാണ്. രണ്ടാമത്, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഒപ്പോസ് ചെയ്യുകയാണ്. നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെ ഒപ്പോസ് ചെയ്യുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എലിവേഷൻ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഭാഗമുണ്ടായിരുന്നു, എലിവേഷൻ ഇൻ ദ മൈൻഡ്. ഒരു മനുഷ്യനുണ്ടാകുന്ന 7 ടൈപ്സ് ഓഫ് എലിവേഷൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്പിരിച്വൽ എലിവേഷൻ ആയിരുന്നെങ്കിൽ സെക്കൻഡ് വൺ മെൻ്റൽ തോട്ട് പ്രോസസ്സിനകത്തുള്ള ഒരു എലിവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കുകയും ചെയ്യണം. an elevated mind setup. നമ്മുടെ ചിന്താഗതികൾ എന്തായിരിക്കണം? ഉയർന്നതായിരിക്കണം. ചിന്താഗതികൾ ഉയർന്നതായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടെ പറയുന്ന 2 മൈൻഡുകളെ കാണുവാൻ കഴിയുക. ഒന്നാമതായി പറയുകയാണ് കാർണൽ മൈൻഡ്, ജഡീകമായിരിക്കുന്ന ചിന്ത. എല്ലാ മനുഷ്യൻ്റെയും ചിന്ത ഏതാണെന്നറിയാമോ? ബൈ ബർത്ത് അവനിൽ ഉണ്ടാകുന്നതായ ജഡീകമായിരിക്കുന്ന ചിന്തയാണ്. സ്തോത്രം. അപ്പം ജഡത്തിൻ്റെ ചിന്ത, ബൈ ബർത്ത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണ്? അതവനെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവൻ്റെ മൈൻഡിനകത്ത് സ്പിരിറ്റ് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ, അവൻ്റെ മൈൻഡിനകത്ത് ആത്മാവ് കയറിക്കൂടുമ്പോൾ, ആത്മാവ് അവൻ്റെ മൈൻഡിനെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ അതെന്തായി തീരുകയാണ്? ജീവിക്കാനും സമാധാനത്തിനായിട്ടുള്ള. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വന്നു, രാവിലെ ഇവിടോട്ട് വണ്ടിയെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് നിങ്ങൾ കുറേ കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടപ്പോയി. ചിലരൊക്കെ നിങ്ങളെ പറഞ്ഞ കാര്യം, നിങ്ങളുടെ അടുക്കൽ ചിലരൊക്കെ ചെയ്ത കാര്യം, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യം, നിങ്ങളുടെ മൈൻഡ് ഒത്തിരി സോറോഫുൾ തോട്ട്സിൽ കൂടി കടന്നുപോയി. അത് ഏത് മൈൻഡായിരുന്നോ? അത് ഏത് മൈൻഡായിരുന്നോ? ദാറ്റ് വാസ് കാർണൽ മൈൻഡ്. നമ്മൾ ഈ ജഡീക ചിന്ത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സെക്ഷുവൽ തോട്ട്സിലേക്ക് പോകും. നോ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആത്മാവിൻ്റെ ചിന്തയാണോ ജഡത്തിൻ്റെ ചിന്തയാണോ എന്നെ ഭരിക്കുന്നതെന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എൻ്റെ മനസ്സിനകത്ത് എനിക്കങ്ങ് മരിക്കണം, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഈ ഒരു ചിന്ത വരികയാണെങ്കിൽ നിൻ്റെ മൈൻഡ് ഏതാണ്? കാർണൽ മൈൻഡാണ്. 2, നിൻ്റെ മൈൻഡിനകത്ത് അവൻ എന്നോട് എന്തെല്ലാം ചെയ്തയാ, അയ്യോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എത്ര വർഷം കൊണ്ട് തുടങ്ങിയതാ, അവിടെ വെച്ച് എന്നെ തല്ലിയത്, അവിടെ വെച്ച് എന്നെ പറഞ്ഞത്, അന്ന് കല്യാണത്തിന് പോയപ്പോൾ എന്നെ നോക്കിയത്, അന്ന് അവിടെ ചെന്നപ്പോൾ എന്നെ നോക്കാതിരുന്നത്, അന്ന് സഭായോഗത്തിന് എന്നെ പറഞ്ഞത്, അന്ന് പ്രസംഗത്തിൽ വെച്ച് എന്നെ കുത്തിയത്, ഇതെല്ലാം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? നമ്മളിങ്ങനെ മൈൻഡ് മുഴുവനും സങ്കടം കൊണ്ട് നിറയ്ക്കുകയാണ്. ഫില്ലിങ് ദ മൈൻഡ് വിത്ത് സോറോ. ഇത് എന്നിട്ട് നമ്മളിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവരാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, യുവർ മൈൻഡ് ഈസ് കാർണൽ. പക്ഷെ നിന്റെ മൈൻഡ് സ്പിരിച്വൽ ആകുമ്പോൾ അതിനകത്ത് വരുന്ന തോന്നലുകളൊക്കെ എന്തായിരിക്കുമെന്നറിയാമോ? സമാധാനമുള്ള തോന്നൽ. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. ആ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഞാൻ ഇതുവരെയും ആ ഭാഗങ്ങളിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ ബൈബിൾ വായിക്കുകയല്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എൻ്റെ അടുക്കൽ ഒരു ഭാഗം പറഞ്ഞു. ഈ ബാലിനും മടങ്ങാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബുക്കിനകത്ത് 7000 പേരുണ്ടായിരുന്നു. പക്ഷേ ഏലിയാവിൻ്റെ ഡയറിക്കകത്ത് അതിലൊരുത്തൻ്റെ പേര് പോലും
ഉണ്ടായിരുന്നില്ല. ഏലിയാവിൻ്റെ ഡയറിക്കകത്ത് ഒരുത്തൻ്റെ പേര് പോലും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം കണക്ട് ചെയ്യാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഫേവർ കണക്ഷൻസ് ഉണ്ട്. ആമേൻ. ഞാൻ ഇതിനോട് ചേർത്ത് പറയുകയാണ്, നിനക്ക് ഫേവറായി നിൽക്കുന്ന, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന 7000 പേരുണ്ട്. പക്ഷേ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അവരെ കാണാൻ കഴിയുന്നില്ല, അവരുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലൊന്നിൽ ആമേൻ കണക്ഷൻ ബ്ലോക്കേഡുകളെ ഞാൻ പൊട്ടിക്കാം. സ്തോത്ര. ആമേൻ. ഞാൻ ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവം അതിൻ്റെ ഒരു കൺഫർമേഷൻ തന്നു കഴിയുമ്പോൾ ഞാൻ ചർച്ചിൽ അതിനെ ഇമ്പാർട്ട് ചെയ്യുക. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന 7000 പേരുണ്ട്. പക്ഷേ നീ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിന്റെ മൈൻഡിനെ പിടിച്ചു വെക്കുന്നതായ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആമേൻ, നിന്റെ ജീവിതത്തിൻ്റെ മൈൻഡ്, ആമേൻ, അത് സ്പിരിച്വൽ മൈൻഡ് ആകട്ടെ, സ്പിരിച്വൽ മൈൻഡ് ആകട്ടെ, സ്പിരിച്വൽ മൈൻഡ് ആകട്ടെ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എൻ്റെ മനസ്സിനെ ദൈവാത്മാവ് ഭരിക്കട്ടെ. നിങ്ങളുടെ മൈൻഡ് കാണലാണോ, ജഡീകമാണോ, ആത്മീകമാണോ എന്ന് 2 കാര്യം നോക്കിയാൽ മതി. ആമേൻ. നിങ്ങളുടെ അകത്തുനിന്ന് വരുന്ന തോട്ട്സ് സമാധാനമാണോ, അല്ലെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ വല്ലാത്ത ചൊറി പിടിച്ച ചിന്തയാണോ? ചൊറി പിടിച്ച ചിന്തയാണെങ്കിൽ നിന്റെ മൈൻഡ് ജഡീകമാണ്. ആമേൻ. ഇല്ല, സമാധാനമുള്ള ചിന്തയാണെങ്കിൽ അത് ആത്മീകമാണ്. ചാകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ മൈൻഡ് ജഡീകമാണ്. രാവിലെ മനോരമ വരുമ്പോഴേ പുറകിൽ നിന്നാണ് പേപ്പർ എടുക്കുന്നത്, മുമ്പിൽ നിന്നല്ല പേപ്പർ എടുക്കുന്നത്, പുറകിൽ നിന്ന് പേപ്പർ എടുത്ത് അവൻ ഇങ്ങനെ വിരലോടിക്കുക, ആരൊക്കെ ചത്ത, എവിടൊക്കെ ചത്തോ. എന്നിട്ട് അടുത്തത് എന്താ നോക്കുന്നതെന്ന് അറിയാമോ? ചത്തവരുടെ എല്ലാം പ്രായം നോക്കുക. എന്നിട്ട് പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ ഇത്രയും വലിയ ഫോട്ടോ ഇട്ടിരിക്കുന്നു, മരണത്തിൽ നിന്ന് അത് എങ്ങോട്ട് പോയെന്നറിയാമോ? ഇത്രയും വലിയ ഫോട്ടോ ഇട്ടിരിക്കുന്നു. എന്തുമാത്രം കാശായിരിക്കുക, ഇഷ്ടംപോലെ കാശ് കാണുക. എന്നിട്ട് നോക്കുക, മോൻ USA, മോൾ ഓസ്ട്രേലിയ, കൊച്ചുമക്കൾ ലണ്ടന്, അയ്യോ എല്ലാം വലിയ നിലയിലാ. കണ്ടോ, മരണം പുറകിലത്തെ പേജിൽ കൂടെ പോയി മരണം വഴി അസൂയക്കകത്ത് ചെന്ന് നിന്റെ മൈൻഡിനെ അന്നത്തെ ദിവസത്തേക്ക് പിശാച് എന്ത് ചെയ്തോ? ജഡത്തിനകത്ത് ബന്ധിച്ചോ. ഇന്ന് പകൽക്കാല നിന്റെ മൈൻഡിനെ പരിശുദ്ധാത്മാവ് കയറി പിടിക്കട്ടെ, പരിശുദ്ധാത്മാവ് മൈൻഡിനെ കയറി പിടിക്കട്ടെ, പരിശുദ്ധാത്മാവ് മൈൻഡിനെ കയറി പിടിക്കട്ടെ. നമ്മുടെ തോട്ട് പ്രോസസ്സ് ഫെയിൽ ആകുന്നിടത്താണ് നമ്മൾ നമ്മളെ തന്നെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത്. വേർഡ്സ് 2 തോട്ട് പ്രോസസ്. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 7-ാം വാക്യം, അതിലെ ആ പാർട്ട് മാത്രം വായിച്ചാൽ മതി. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ അവൻ. ഫോർ ആസ് ഹി തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്. അവൻ എന്താ അവനെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നോ അത് തന്നെയാ അവൻ. നിന്റെ മനസ്സിലെ നിരൂപണമാണ് നീ. നാളെ ഒരു 10 മിനിറ്റ് വചനം സംസാരിക്കണം കേട്ടോ. അയ്യോ പാസ്റ്ററേ, എനിക്ക് അതിന് പ്രാപ്തിയില്ല. എനിക്കവിടെ കയറി നിന്നാൽ വിറയ്ക്കും. ഇതിനു മുമ്പ് കയറി നിന്നപ്പം വിറച്ചോ? ഇല്ല, ഇതുവരെ ഞാൻ കയറി നിന്നിട്ടില്ല. പിന്നെ എങ്ങനെ കയറി നിൽക്കുമ്പം വിറയ്ക്കുമെന്ന് അറിയാവുന്നേ? അയ്യോ അത് ഞാൻ അങ്ങനെയാ, അത് ഞാൻ അങ്ങനെയാ. യു ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. ഞാൻ അങ്ങനെയാ. എനിക്കൊരു ചെറിയ കാര്യം പോലും താങ്ങാൻ കഴിവില്ല. എത്ര വരെ താങ്ങിയിട്ടുണ്ട്? അയ്യോ ഞാനൊന്നും ഇതുവരെ താങ്ങിയിട്ടില്ല. എൻ്റെ അമ്മ എന്നെ ഇതുവരെ, മമ്മി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? താങ്ങാൻ സമ്മതിച്ചിട്ടുമില്ല. യഥാമാതാ തഥാ പുത്രി. നമ്മൾ നമ്മളെ തന്നെ പ്രഡിക്റ്റ് ചെയ്യുക. ഡിവൈൻ പ്രഡിക്ഷൻസ്, ഡിവൈൻ പർപ്പസസിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വിട്ടുകൊടുക്കുന്നില്ല. നീ ബാലനെന്ന് പറയരുത്, നീ ബലഹീനനെന്ന് പറയരുത്. ബലഹീനനും തന്നെത്താൻ എന്ത് ചെയ്യണം? വീരനായി മതിക്കണം. Unless there is an elevation in your thought process, you are the main opponent of yourself. നിന്റെ ഏറ്റവും വലിയ എതിരാളി ആരാണെന്നറിയാമോ? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എതിരാളി. നീ തന്നെയാണ്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മൾ ആദ്യം പോരടിക്കേണ്ടത് ആരോടാണെന്നറിയാമോ?
2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ. പെട്ടെന്ന് നമ്മൾ എരിഹോ കോട്ട തുടങ്ങി നമ്മളിങ്ങനെ കോട്ടയ്ക്കകത്തൂടെ സഞ്ചരിക്കുക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, നിങ്ങൾ കോട്ടയുടെ ഡിക്ഷണറി ഒന്നും നോക്കാൻ പോകണ്ട, പകരം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ തലയ്ക്കകത്തിരിക്കുന്ന സങ്കല്പങ്ങളോ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ വിചാരത്തെ നിങ്ങളൊന്ന് പിടിച്ചടക്കുക. അപ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത് എവിടെ? സാഹചര്യങ്ങൾക്കല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത്, നമ്മുടെ മൈൻഡ് സെറ്റിനാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത്. ഹന്ന ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ആദ്യം ട്രാൻസ്ഫോർമേഷൻ എവിടെ ഉണ്ടായത്? അവളുടെ മുഖം പിന്നെ വാടിയില്ല. അതിനുശേഷമാണ് അവളുടെ വൂമ്പിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഹന്നയുടെ മൈൻഡിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, രണ്ടാമത് ഹന്നയുടെ വൂമ്പിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. നിന്റെ തോട്ട് പ്രോസസ്സ് മാറാത്തിടത്തോളം നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. നിന്റെ തോട്ട് പ്രോസസ്സ് മാറാത്തിടത്തോളം നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. ഇന്ന് പകൽ പറഞ്ഞ് എനിക്ക് തോട്ട് പ്രോസസ്സ് മാറണം, എൻ്റെ ചിന്തകൾ മാറണം. ആമേൻ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെ വാക്കുകൾ നമ്മളെ ഒപ്പോസ് ചെയ്യുന്നു. 2, നമ്മളുടെ ചിന്തകൾ നമ്മളെ ഒപ്പോസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ ഓടിച്ചൊരു 3-4 കാര്യങ്ങൾ പറയാം. നമ്മുടെ വികാരങ്ങൾ നമ്മളെ ഒപ്പോസ് ചെയ്യുന്നു. നമ്മുടെ ഇമോഷൻസ്, വി ആർ ഹിൻഡറിങ് ഒപ്പോസിങ് അവർസെൽസ് വിത്ത് അവർ ഇമോഷൻസ്. ഞാനൊരു 3-4 ഭാഗങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ ദൈവം കയീനോട് ചോദിക്കുകയാണ്, യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? എന്നിട്ട് അടുത്തത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകും, തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുക. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നോ, നീയോ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞോ. കയീൻ്റെ മുൻപാകെ ഒരു വാർഫെയർ വരികയാണ്. കയീൻ്റെ മുൻപാകെ ഒരു യുദ്ധം വരികയാണ്. എന്താണ് കാരണമെന്നറിയാമോ? കയീൻ്റെ കോപം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, കോപം നിന്റെ ജീവിതത്തിൻ്റെ നന്മയെ തടയുന്നതാണ്. നിന്റെ കോപമാണ് നിന്നെ നശിപ്പിക്കുന്നത്. ആരുടെ മന്ത്രവാദമല്ല, നിന്റെ കോപമാണ് നിന്നെ നശിപ്പിക്കുന്നത്. റോങ് ഇമോഷൻസ്. ഇന്ന് പകൽക്കാലം ആമേൻ, ഞങ്ങൾ കുടുംബക്കാരെല്ലാം കോപമാ. കണ്ടില്ലേ, ഞങ്ങളുടെ മൂക്കൊക്കെ ആദ്യം വേർക്കും. എൻ്റെ സഹോദരങ്ങളെ, നിന്റെ മൂക്ക് ആദ്യം വേർക്കുമെങ്കിൽ ആയുസ് മുഴുവനും നീ വേർത്ത് തീരത്തേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നിന്റെ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. നിന്റെ റോങ് ഇമോഷൻസ് ആണ് നിന്നെ തകർക്കുന്നതെന്ന്. യു ആർ ഓപ്പോസിങ് യുവർ സെൽഫ് വിത്ത് യുവർ റോങ് ഇമോഷൻസ്. 2-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, അവിടെ കയീൻ്റെ മുഖം വാടി കയീൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകലുകയാണ്. കാരണം തൻ്റെ ഇമോഷനാണ്. ഞാൻ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 19-ാം വാക്യം 26:19 26:19 പറയുകയാണ്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവൻ്റെ നെറ്റിയുടെ മേൽ കുഷ്ഠം പൊങ്ങി. കണ്ടോ, ആ മനുഷ്യൻ ഉസിയ രാജാവ് രോഗിയായി തീർന്നു. എന്താ ഉസിയ രാജാവ് രോഗിയായത്? എങ്ങനെയാ നിനക്ക് കുഷ്ഠം പിടിച്ചത്? അദ്ദേഹം പറയോ, എൻ്റെ കോപമാണ് എനിക്കെന്ത് ചെയ്തത്? കുഷ്ഠം പൊങ്ങിയത്. ഇന്ന് കോപിക്കുന്നവർക്കൊന്നും കുഷ്ഠം വരുന്നില്ലെങ്കിലോ, കോപിക്കുന്നവർക്കെല്ലാം BP ഉണ്ട്, കോപിക്കുന്നവർക്കെല്ലാം വിമ്മിഷ്ടമുണ്ട്, കോപിക്കുന്നവർക്കെല്ലാം നെഞ്ചിന് വേദനയുണ്ട്, കോപിക്കുന്നവർക്കെല്ലാം വയറരിച്ചിലുണ്ട്. നിന്റെ വയറരിച്ചിൽ മാറണമെങ്കിൽ ആദ്യം കോപം നിർത്തണം. നിന്റെ BP നോർമൽ ആകണമെങ്കിൽ ആദ്യം കോപം നിർത്തണം. നിന്റെ കോപമാണ് നിന്നെ ഒപ്പോസ് ചെയ്യുന്നത്. നടക്കാൻ വയ്യ, കിതയ്ക്കുകയാ. അന്ന് അധ്വാനത്തിന് വല്ലതും കുറവുണ്ടോ? ഒരു കുറവുമില്ല. നീ എത്ര അധ്വാനിച്ചാലും നീ ഉറക്കൊഴിഞ്ഞ് നടക്കാൻ പോയാൽ നിന്റെ കിതപ്പ് മാറത്തില്ല. നീ ആദ്യം നിന്റെ കിതപ്പ് മാറണമെങ്കിൽ നിന്റെ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. യുവർ ഇമോഷൻസ് ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. ആമേൻ. അവൻ്റെ രാജ്യത്വത്തെ നഷ്ടപ്പെടുത്തി അവൻ്റെ എല്ലാ എക്സ്പോഷനും
തലച്ചോറുകളെ നഷ്ടപ്പെടുത്തി ആയുഷ്കാലം മുഴുവനോ അവനൊരു മുറിക്കകത്ത് തടയപ്പെട്ടോ. ആമേൻ. കുഷ്ഠം പൊങ്ങി എന്നുള്ളത് രോഗമാണെങ്കിൽ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവനെ ഒരു മുറിയിലാക്കി കളഞ്ഞോ, അവൻ്റെ എക്സ്പോഷറുകൾ നഷ്ടപ്പെട്ടോ, അവൻ്റെ യാത്രകൾ നഷ്ടപ്പെട്ടോ, അവൻ്റെ വിശാലതകൾ നഷ്ടപ്പെട്ടോ, അവൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടോ, അവനൊരു വട്ടത്തിനകത്ത് ഒതുങ്ങിക്കൂടി. എന്താണ് പലരെയും ഒതുക്കിക്കളഞ്ഞതെന്നറിയാമോ? അവൻ്റെ കോപമാണ്, അവൻ്റെ കോപമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കോപം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നിന്റെ കോപത്തെ വിട്ടുകള, അത് നിന്നെ ഒപ്പോസ് ചെയ്യുകയാണ്. ഇമോഷൻസ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒത്തിരി ഭാഗങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഒന്ന്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ ഒപ്പോസ് ചെയ്യുക. രണ്ട്, നമ്മുടെ തോട്ട്സ് കൊണ്ട് നമ്മളെ ഒപ്പോസ് ചെയ്യുക. മൂന്ന്, നമ്മുടെ ഇമോഷൻസ് കൊണ്ട് നമ്മളെ ഒപ്പോസ് ചെയ്യുക. നാലാമത്തെ കാര്യം, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പോസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിശാലതകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ തകർക്കപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? റോങ് റിലേഷൻസ്. ഒരു രാജാവിൻ്റെ അടുക്കൽ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം, അതേ പുസ്തകം 20-ാം അധ്യായം 37-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ മരേശക്കാരനായ ദോദാവയുടെ മകൻ എലിയാസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. ഇവിടെ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിക്കുകയാണ്. യഹോശാഫാത്തിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. യഹോശാഫാത്ത് നല്ല മനുഷ്യനാണ്, അതിനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദോദായുടെ മകനായ മരേശക്കാരൻ, ആമേൻ, എലിയാസർ ഇപ്പോൾ വന്ന് യഹോശാഫാത്തിനെതിരെ നിന്ന് പ്രവചിക്കുക. എന്താ പ്രവചിച്ചതെന്നറിയാമോ? നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ വണ്ണം എന്ത് ചെയ്തോ? അത് ഉടഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, എസ്യോൻ ഗേബേരിൽ വെച്ചാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: എസ്യോൻ ഗേബേരിൽ വെച്ചാണ് യഹോശാഫാത്തിൻ്റെ കപ്പലുകൾ ഉടഞ്ഞുപോയത്. എസ്യോൻ ഗേബോർ എന്ന് പറയുന്ന പോർട്ട് പണിതത് ആരാണെന്നറിയാമോ? ശലോമോൻ രാജാവാണ്. ശലോമോൻ രാജാവ് അവിടെ നിന്ന് കപ്പലുകൾ അയച്ച് ഓഫീരിൽ നിന്ന് പൊന്ന് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അപ്പൻ പണിത പോർട്ടിൽ യഹോശാഫാത്ത് കപ്പലിറക്കിയപ്പോൾ കപ്പൽ പൊളിഞ്ഞുപോയി. എന്താ യഹോശാഫാത്തെ കപ്പൽ പൊളിഞ്ഞത്? യഹോശാഫാത്ത് പറയോ, എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു അഹസ്യാവുമായിട്ട്. ആമേൻ. അഹസ്യാവുമായിട്ടുള്ള റിലേഷനാണ്. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകനുമായിട്ട് എനിക്കുണ്ടായ കൂട്ടുകെട്ടാണ് എന്ത് സംഭവിച്ചത്? ആമേൻ. എൻ്റെ ജീവിതത്തിൽ, ആമേൻ, എൻ്റെ പണികൾ ഉടഞ്ഞു പോയത്. ഇന്ന് പകൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നീ ആത്മീയ ജീവിതത്തിൽ സഭയ്ക്കകത്ത് വന്ന് നീ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേണ്ടാത്ത ഒരു ബന്ധം, കൂട്ടുകെട്ട് സഭയ്ക്കകത്തുണ്ടായാൽ, ആമേൻ, വേണ്ടാത്ത ഒരു ഫോൺ വിളിയും കണക്ഷനോ സഭയ്ക്കകത്തുണ്ടായാൽ, നീ ആത്മീയമായി പണിതത് മുഴുവൻ പൊളിഞ്ഞു പോകും. ദേശത്തിൽ നിനക്കൊരു റോങ് റിലേഷൻ ഉണ്ടായാൽ, ആമേൻ, നീ പണിതത് മുഴുവൻ പൊളിഞ്ഞു പോകും. ഞാൻ ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള അഫെയർ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ കുഞ്ഞുകളി പൈങ്കിളിക്കകത്ത് നിന്നല്ല സംസാരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒരു പ്രൊഫഷണൽ ആകട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, എവിടെയെങ്കിലും നിന്റെ റിലേഷൻ, ആമേൻ, ദൈവഹിതമല്ലാത്ത ഒരു കൈകൊടുപ്പ് നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ആമേൻ, അത് നിനക്ക് ലാഭമായി തോന്നിയേക്കാം. അവൻ പ്രശസ്തനായിരിക്കാം, അവൻ പണക്കാരനായിരിക്കാം, അവൻ മിടുക്കനായിരിക്കാം, അവൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ദൈവഹിതത്തിനകത്തില്ലാത്തതായ ഒരു വ്യക്തിക്ക് നീ കൈ കൊടുത്താൽ ഇന്ന് പകൽ നീ തിരിച്ചറിയണോ, പൊളിഞ്ഞ് പണ്ടാരോടങ്ങും നീ. ആമേൻ. നിന്നെ തന്നെ പൊളിച്ചു കളയരുത്. എസ്യോൻ ഗേബേരിൽ വെച്ച്, ആമേൻ, യഹോശാഫാത്ത് പണിത കപ്പലുകൾ ഉടഞ്ഞുപോയി. പക്ഷേ യഹോശാഫാത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആമേൻ. യഹോശാഫാത്തിന്റെ കപ്പൽ പൊളിഞ്ഞെന്ന് കഴിഞ്ഞ ഉടനെ ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹോശാഫാത്തിന്റെ അടുക്കൽ പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങളുടെ അടുത്ത പണിക്കാരെ വിടാം, നമുക്ക് അടുത്ത കപ്പലെടുക്കാമെന്ന്. യഹോശാഫാത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, അച്ഛൻ്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. ലാൽ സലാം പറഞ്ഞു വിട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ,
ഓടിച്ചു കളയേണ്ട ബന്ധങ്ങളെ ഓടിക്കണം. ഞാൻ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയുന്നു, നോ പറയേണ്ട ഇടത്ത് നീ നോ പറയണം. കഥ അടയ്ക്കേണ്ട ഇടത്ത് കഥ അടയ്ക്കണം. ബ്ലോക്ക് ചെയ്യേണ്ടവനെ ബ്ലോക്ക് ചെയ്യണം. ആർക്കൈവ് ചെയ്യേണ്ടവനെ ആർക്കൈവ് ചെയ്യണം. മൗനമായിരിക്കേണ്ട ഇടത്ത് മൗനമായിരിക്കണം. എൻ്റെ അപ്പനുമായിട്ടുള്ളതിനെക്കാട്ടിലും എൻ്റെ അപ്പൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെടാത്ത ഒരു പൊന്നുമോൻ്റെ റിലേഷൻ എനിക്ക് വേണ്ടെന്ന്. അത് സഭയാകട്ടെ, പട്ടമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, സമുദായമാകട്ടെ, കുടുംബമാകട്ടെ, കൂട്ടുകാരാകട്ടെ, ആരാകട്ടെ, നിന്റെ ആത്മീയ പണിയെ, നിന്റെ ഭൗമിക പണിയെ, നിന്റെ എഡ്യൂക്കേഷനെ പൊളിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻ കണക്റ്റ് ആവുകയാണെങ്കിൽ യേശുവിൻ്റെ നാമം ചൊല്ലി നീ അതിനെ പൊളിച്ചു കളാ. ജീസസ്. ശിംശോനെ, നിനക്കെന്താടാ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയെ? ഒരൊറ്റ വാക്കിങ്ങനെ പറയുകയാ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം. അതിലെ ഒരു വാക്കാ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. 16-ാം അധ്യായം 4-ാം വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 16 and verse 4. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഞാൻ ആ സ്ത്രീ എന്നുള്ള പദം അങ്ങ് വിടുകയാണ്, കോണ്ടെക്സ്റ്റ് മാറിപ്പോകും. ഞാനൊരു കാര്യം പറയാം, സ്നേഹിക്കേണ്ടവരെ മാത്രമേ സ്നേഹിക്കാവൂ. പക്ഷേ ഇന്ന് പരമാർത്ഥം നമ്മളെ തന്നെ നോക്കി, സ്നേഹിക്കേണ്ടാത്തവർ പലരെയും നമ്മൾ സ്നേഹിച്ചില്ലേ? പ്രാർത്ഥിക്കരുതാത്ത പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഉപവസിക്കരുതാത്ത പലർക്കും വേണ്ടി നമ്മൾ ഉപവസിച്ചില്ലേ? അനുഗ്രഹിക്കരുതാത്ത പലരെയും നമ്മൾ അനുഗ്രഹിച്ചില്ലേ? കെട്ടപ്പെട്ട് വട്ടം കറങ്ങി കിടന്ന് അലയുന്നത് കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കിടന്ന കർത്താവെ ഇവനൊന്ന് ഗതി പിടിക്കട്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ വാക്കിനെ മാനിച്ച ദൈവം അവനെ ഗതി പിടിപ്പിച്ചത്. പക്ഷെ ഇപ്പം നീ തിരിഞ്ഞു നോക്ക്, നീ സ്നേഹിക്കേണ്ടവനെയാണോ സ്നേഹിച്ചേ? നിനക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ എല്ലാവർക്കും കൊടുക്കരുത്. നിനക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് മാത്രം. എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി. സ്നേഹിക്കരുതാത്ത പലരെയും ഞാൻ സ്നേഹിച്ചു, കരുതരുതാത്ത പലരെയും ഞാൻ കരുതി, താങ്ങരുതാത്ത പലരെയും ഞാൻ താങ്ങി, അടുപ്പിക്കരുതാത്ത പലരെയും ഞാൻ അടുപ്പിച്ചു, ആക്സസ് കൊടുക്കരുതാത്ത പലർക്കും ഞാൻ ആക്സസ് കൊടുത്തു. And now I regret for it. സംഭവിച്ചിട്ടില്ലേ? You are opposing yourself. You are opposing yourself. പോകാൻ പറയുന്നേ. Break the relations that opposes you. Break the relations. That oppose you. സ്നേഹിച്ചാരേലും നശിച്ചു പോയിട്ടുണ്ടോ? നശിച്ചു പോയിട്ടുണ്ട്. Are you opposing yourself? ഞാനൊരു 2 വാക്യങ്ങൾ കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കുക. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു 70% ആയിട്ടുള്ളൂ, 65 ആയിട്ടുള്ളൂ. ഞാനൊരു 70-ൽ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവാശ് എന്ന രാജാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 2 രാജ 12:2. യഹോയാദാ പുരോഹിതൻ യഹോവാശിനെ ഉപദേശിച്ച കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. യഹോവാശ് പ്രോസ്പർ ചെയ്യുകയായിരുന്നു until he was under the instruction, mentoring of that priest. യഹോയാദാ പുരോഹിതൻ്റെ ആ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ബേസ് ഒന്ന് കുറയ്ക്കാം.
യഹോയാദാ പുരോഹിതൻ്റെ ആ ഇൻസ്ട്രക്ഷനകത്ത്, ആ മെൻറ്ററിങ്ങിനകത്ത് അവൻ നിന്ന കാലം വരെയും പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് മാറുവാൻ തോന്നി. ഞാൻ അവിടേക്ക് യഹോവാശിലേക്ക് ഒത്തിരി നിൽക്കുന്നില്ല, അതൊത്തിരി വിശദീകരിക്കണം. ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ ഉസിയാവിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖറിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. 2 Chronicles chapter 26 verse 5. 2 ദിനവൃത്താന്തം 26:5. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖറിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ദൈവഭയത്തിൽ ഉപദേശിച്ച സെഖറിയാവെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. കാരണം മലയാളം ബൈബിള് പരിഭാഷപ്പെടുത്തുന്ന ആ സമയങ്ങളിൽ ഈ ആത്മതലത്തെക്കുറിച്ച് അത്രയും ഇല്ലായിരുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സെഖറിയ who had understanding in the visions of God. ദൈവദർശനങ്ങളെ വിവേചിക്കാൻ, തിരിച്ചറിയാൻ കഴിയുന്ന, ആത്മതലത്തെ തിരിച്ചറിയാൻ കഴിയുന്ന സെഖറിയാവിൻ്റെ മെൻറ്ററിങ്ങിനകത്ത് താൻ നിന്ന കാലം മുഴുവനും താൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രോസ്പർ ചെയ്യാൻ തുടങ്ങി. എല്ലാ മനുഷ്യനും ഒരു മെൻറ്റർ വേണമെന്ന് ഞാൻ പറയത്തില്ല. ഈ കാലഘട്ടത്തിലെ ഒരു സാധാരണമായ വേർഡാണ് മെൻറ്ററിങ്. ഞാനതിനെ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളല്ല. എനിക്കൊരു മെൻറ്ററുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ഏതൊരു പ്രശ്നത്തിൻ്റെ നടുവിലും ഞാൻ അവിടെ ഇരിക്കും until I receive a confirmation. ഇന്നുവരെയും പരാജയപ്പെട്ടിട്ടില്ല. അതല്ലാതെ എനിക്കൊരു മെൻറ്റർ ഇല്ല. പലരുടെയും മെൻറ്ററിങ് കേൾക്കാഞ്ഞതുകൊണ്ട് പലർക്കും എന്നോട് വൈരാഗ്യവുമുണ്ട്. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം: നിന്റെ മെൻറ്ററിങ് വെളിപ്പാടുള്ളവനിൽ നിന്നായിരിക്കണം. ഒരു ദൈവം നിനക്ക് പ്രോസ്പർ ആയ ഒരു മെൻറ്ററിങ്ങിനെ നീ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. ഞാനിന്ന് നിങ്ങളോട് പറയാം, സ്പിരിച്വലി, ഫിനാൻഷ്യലി, എല്ലാ മേഖലയ്ക്കകത്തും നിങ്ങളെ പ്രോസ്പർ ചെയ്ത ഒരു മെൻറ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഉപദേശങ്ങളെ നിങ്ങൾ തള്ളിക്കളയരുത്. നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്ന സമയത്ത് ഒരു വ്യക്തി കുറേ ഡയലോഗുകൾ പറഞ്ഞു. എനിക്കെന്ത് വേണമെന്ന് അറിയത്തില്ല, ഞാൻ ആകെ കൺഫ്യൂഷനാണ്. പുള്ളി എന്നെ വിളിച്ച് പേഴ്സണലിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ ദൈവം എൻ്റെ അടുക്കൽ ചോദിച്ചു, ആ പുള്ളിക്ക് എത്ര പേരുള്ള സഭയുണ്ടെന്ന്. ഞാൻ ആലോചിച്ചപ്പം തൊട്ടു മുമ്പിലിരുന്ന സഭയിൽ ആകെ അടിയായി. ഇപ്പം സഭയില്ലാതിരിക്കുക. ദൈവം എൻ്റെ അടുക്കൽ പറഞ്ഞു, സഭ നടത്തി സക്സസ് ആയ ഒരുത്തൻ നിന്നോട് വല്ലതും പറഞ്ഞാൽ നീ കേൾക്കണം. ഇന്നുവരെ ഒരു സഭ പ്ലാൻ ചെയ്യാൻ കഴിയാതെ, ഇന്നുവരെ ഒരു സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ, ഇന്നുവരെ ഒരു സഭ വളർത്താൻ കഴിയാതെ ഒരുത്തൻ നിൻ്റെ അടുക്കൽ സഭയ്ക്കകത്ത് ഐഡിയ പറയാൻ വന്നാൽ ഡു നോട്ട് ലിസൺ ടു ഹിം. അന്ന് ദൈവം എൻ്റെ അടുക്കൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം നൽകി. ഇഫ് ഹി ഈസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ് റലം, ലിസൺ ഹിം. അതിനുശേഷം എൻ്റെ അടുക്കൽ കുട്ടികളോ ആരെങ്കിലും വന്ന് അവരുടെ പ്രൊഫഷനെ കുറിച്ച് മെൻറ്ററിങ് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുക്കൽ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാനൊരു പാസ്റ്ററാണ്. എനിക്ക് ഇന്നത്തെ കോഴ്സോ ഇന്നത്തെ ടെക്നോളജിയോ ഒന്നും എനിക്കറിയത്തില്ല. സോ ദൈവാത്മാവ് എൻ്റെ അടുക്കൽ എന്തെങ്കിലും കണക്ട് ചെയ്താൽ ഞാനത് പറയാം. പക്ഷേ നിൻ്റെ പ്രൊഫഷനകത്ത്,
നീ ഏത് കോളേജിൽ പഠിക്കണം, നീ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറണം, നീ ഏത് ലാംഗ്വേജിനകത്ത് പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം, അതിന് ഞാനല്ല മെൻറ്റർ. ഒരു സക്സസ്ഫുൾ മനുഷ്യൻ്റെ അകത്തുനിന്നേ നീ മെൻറ്ററിങ് മേടിക്കാവൂ. റോങ് മെൻറ്റേഴ്സ് വിൽ കോസ് ഒപ്പോസിഷൻ. കൃപാവരങ്ങളെക്കുറിച്ച് നിന്റെ അടുക്കൽ ഒരുത്തൻ പ്രസംഗിക്കുമ്പോൾ, പാസ്റ്റർക്ക് എത്ര കൃപാവരമുണ്ട്? പ്രാർത്ഥനയെക്കുറിച്ച് നിന്റെ അടുക്കൽ പ്രസംഗിക്കുന്നവൻ്റെ അടുക്കൽ നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ചില മെൻറ്ററിങ്ങുകളെ, ചില ഇൻസ്ട്രക്ഷനുകളെ നീ തിരിയുമ്പോൾ യു ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. നിന്റെ പ്രോസ്പെറിറ്റിയിൽ നിന്നെ ഒപ്പോസ് ചെയ്തതാരാ? നിന്റെ മാന്യതയിൽ നിന്നെ ഒപ്പോസ് ചെയ്തതാരാ? ആരാ ഒപ്പോസ് ചെയ്തത്? കൂട്ടുവിശ്വാസിയാണോ? പാസ്റ്ററാണോ? ആരാ നിന്റെ സമൃദ്ധിയെ ഒപ്പോസ് ചെയ്തത്? Who invited famine? Who invited insult to your family? ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. You are opposing yourself. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. മൃഗപ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, അമേൻ, പ്രാകൃത മനുഷ്യൻ, സംസ്കാരം പ്രാപിക്കാത്ത മനുഷ്യൻ. ശാസനകൾ, കറക്ഷനുകൾ നമ്മളെ സിവിലൈസ്ഡ് ആക്കും, സംസ്കാരമുള്ളവനാക്കും. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, എൻ്റെ ശുശ്രൂഷ ദൂത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. യാക്കോബ് 1:22. അവിടെ ഒരു കാര്യമാണ് പറയുന്നത്, വചനം കേൾക്കും, ഇറങ്ങിപ്പോവും. അതൊന്നും ലൈഫിനകത്ത് എന്ത് ചെയ്യത്തില്ല, പ്രാക്ടീസ് ചെയ്യത്തില്ല. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ നിന്നെ എന്ത് ചെയ്യുക? അവിടെ ആരാരെയാ ചതിച്ചേ? നാം നമ്മെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഇതുവരെ ചതിച്ചിട്ടുണ്ടോ? അച്ഛനെ ചതിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഏറ്റവും കൂടുതൽ ചതിച്ചതാരാ? നമ്മൾ തന്നെ. വചനം കേട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അത് ചതിയ. എന്നാൽ അടുത്ത കാര്യം ഞാൻ ചോദിക്കുക, വചനം കേട്ടിട്ട് പ്രസംഗിച്ച പാസ്റ്ററുടെ അപ്പനും അമ്മയ്ക്കൂടെ പറയാൻ തുടങ്ങിയാലോ? വെളിയിലിറങ്ങി നിന്ന് കമൻ്റ് അടിക്കാൻ തുടങ്ങിയാലോ? വീട്ടിൽ പോയി കൂട്ടുകച്ചവടക്കാരെ വിളിച്ച് അതിന് അന്യായം പറയാൻ തുടങ്ങിയാലോ? ചതിക്കും അപ്പുറം എന്തെങ്കിലും ഒരു വേടുണ്ടെങ്കിൽ അത് പറയണം. തിരുത്തലുകളുടെ ദൂതുകൾ പുൾപിറ്റിൽ നിന്ന് വരുമ്പോൾ മുഖത്തിന് നേരെ നിന്ന് ശാപവാക്ക് പറഞ്ഞ് എതിർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നാലോ? നീ നിന്നെ തന്നെ ചതിക്കുകയല്ല, എൻ്റെ സാധാരണ ഭാഷയെ പറയാം, നീ നിന്നെ തന്നെ മുടിച്ചു കെട്ടുകയാ. ഡു നോട്ട് ഒപ്പോസ് യുവർ സെൽഫ്. ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു കാര്യം പറയാം. ഈവൻ ഇൻ റഹബോത്തിലായിരുന്നാലും
ശുശ്രൂഷയുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, ലീവ് ദ ചർച്ച്, ലീവ് ദ ലീഡർഷിപ്പ്, ലീവ് ദ മെന്ററിങ്, ലീവ് ദ ഫെലോഷിപ്പ്. ഡു നോട്ട് സ്റ്റാർട്ട് എ റെവല്യൂഷൻ. ഡു നോട്ട് റിവോൾട്ട്. നിനക്ക് അനുയോജ്യമായ ഒരിടത്ത്, നിനക്കിഷ്ടമുള്ള ഒരിടത്ത്, നിന്നെ പാമ്പർ ചെയ്യുന്ന ഒരിടത്ത്, ഗോ ദെയർ ആൻഡ് ബി ഇൻ കംഫോർട്ട്. 3 വർഷം കഴിയുമ്പോൾ നിനക്ക് അവിടെയും മടുക്കും. സെർച്ച് അനദർ പ്ലേസ്. അവിടെയും 3 വർഷം ഇരിക്കുക. സെർച്ച് അനദർ പ്ലേസ്. ചുറ്റുപാടുകളിൽ 10-30 സഭയില്ലേ? 90 വയസ്സ് വരെ ജീവിച്ചാലും 30 സഭയ്ക്കകത്ത് പോയാൽ പോകാൻ സഭയുണ്ടെന്നേ നമ്മുടെ നാട്ടില്. ബട്ട് ഡു നോട്ട് ഒപ്പോസ് യുവർ സെൽഫ്. സഭയോട് ഒപ്പോസ് ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്. പാസ്റ്റേഴ്സിനോട് ഒപ്പോസ് ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്. സമൂഹത്തോട് ഒപ്പോസ് ചെയ്യില്ലെന്നല്ല പറയുന്നത്. ഡു നോട്ട് ഒപ്പോസ് യുവർ സെൽഫ്. ഈ ചർച്ചിൽ ആരെയെങ്കിലും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. എ കോമൺ കോണ്ടെക്സ്റ്റിൽ, എ കോമൺ കോണ്ടെക്സ്റ്റിൽ. നിന്റെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ TC മേടിച്ച് അപ്പുറത്തെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്ക്. അല്ലാതെ ഓപ്പൺ ഹൗസിന് പോയി ടീച്ചർമാരെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ, നിൽക്കല്ലേ. നിനക്കൊരു കടയിലെ സാധനം ഇഷ്ടമല്ലെങ്കിൽ, വില കൂടുതലാണെങ്കിൽ, നീ മിണ്ടാതെ മേടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ. അല്ലാതെ അവിടുത്തെ സാധനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് സാധനം വേണം താനും പൈസ വലിച്ചെറിഞ്ഞ് മേശയ്ക്കകത്ത് ഇട്ടിട്ട് നീ നാറ്റിച്ചിട്ട് വരാതെ ചെയ്യാതെ. നിനക്ക് ആ കട ഇഷ്ടമല്ലയോ? നിനക്ക് ഇഷ്ടമുള്ള കടയിൽ പോ. നീ എവിടെയെങ്കിലും പോ. നീ തിരൂര് പോയി തുണി മേടിക്കും, നല്ല വിലക്കുറവിൽ കിട്ടും. തിരുപ്പൂര് പോയി മേടിര്. എന്തെങ്കിലും പോയി ചെയ്. നീ മണ്ണുത്തി പോയി ചെടി മേടിക്ക്. നീ നാഗർകോവിലിൽ പോയി ശർക്കര മേടിര്. നിന്റെ അയൽപക്കത്തെ കടയിൽ പോയി നീ വഴക്കുണ്ടാക്കാതെ. ഡു നോട്ട് ഒപ്പോസ് യുവർ സെൽഫ്. ഡു നോട്ട് ഒപ്പോസ് യുവർ സെൽഫ്. നീ ഒരു കടയിൽ പോയി സാധനം മേടിച്ച് വില കൂടുതലാന്ന് നീ മേടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോര്. അത് മേടിച്ചോണ്ട് വന്ന് നിന്റെ വീട് പെയിന്റ് അടിച്ചിട്ട് നാട്ടുകാരുടെ എല്ലാം അടുക്കൽ ആ കട വില കൂടുതലാണെന്ന് പറയുന്നത് യു ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. നീ 4 കടയിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് പോയി മേടിച്ചാ പോരെ? പോരെ? നീ വിലക്കുറവുള്ളിടത്തുനിന്ന് മേടിയിര്. നീ മേടിച്ചിട്ട് എന്തിനാ വിലക്കുറവ് കൂടുതലാന്ന് പറയുന്നത്? യു ആർ ഒപ്പോസിങ് യുവർ സെൽഫ്. ഞാനിന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങളിൽ ഒത്തിരി പേരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, ദൈവഹിതപ്രകാരം ഒരു ദുഃഖം വരണം, എങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ? മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ.